നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, വേടൻ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് അതിന്റേതായ ശിക്ഷ ലഭിക്കണം. പക്ഷെ നോക്കൂ, ആ 6 ഗ്രാം കഞ്ചാവ് അയാളുടേതുമല്ല, അയാൾ സന്ദർശിച്ച ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തു. 9 പേരാണ്. മൊത്തം കൂടി നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 6 ഗ്രാം ഡിവൈഡഡ് ബൈ 9 എത്രയാണ് എന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തെ NDPS ആക്ട് പറയുന്നത് എന്താ? 1 കിലോഗ്രാം വരെ ആണെങ്കിൽ അതിനെ സ്മോൾ ക്വാണ്ടിറ്റി ആയും പരമാവധി 6 മാസം അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് പിഴയൊടുക്കി കടന്നു പോകാവുന്ന ഒരു കേസാണ്. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ ആണെങ്കിൽ അത് മീഡിയമാണ്. 20 കിലോഗ്രാമിന് പുറത്താണെങ്കിൽ മാത്രമാണ് അത് 20 വർഷത്തോളം റിഗറസ് ഇംപ്രിസൺമെന്റിന് പോകുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. നോക്കൂ, 100 കണക്കിന് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എവിടുന്നാണ് പ്രധാനമായിട്ടും വരുന്നത്? ഒഡീഷയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്. അതേസമയം മെറ്റാഫിത്തമിനും MDMA അടക്കമുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത് എവിടെ നിന്നാണ്? ബംഗളൂരുവിൽ നിന്ന്, ഗോവയിൽ നിന്ന്. ഈ റൂട്ടിനെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച് ആ സോഴ്സ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നത്